നടുവേദന എന്ന് പറയുമ്പോഴേ ഇതൊക്കെ ഇപ്പൊ ഇത്ര വലിയൊരു വേദനയാണോ എന്ന് വിചാരിക്കും. കാരണം ഇത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതായത് ഈ വേദന ആർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. നടുവേദന ഇതിനിപ്പോ ലംബാകം എന്നൊക്കെയാണ് മോഡേൺ ടേം. നമ്മൾ ആയുർവേദത്തില് കടീഗ്രഹം എന്ന് വിളിക്കും. നടുവേദന ഒരു വലിയൊരു പ്രശ്നം തന്നെ കേട്ടോ. കാരണം ഇത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അല്പസമയം തുടർച്ചയായിട്ട് ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല, ഒരു സിനിമ കാണാൻ സാധിക്കില്ല, ഇച്ചിരി യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോ നിങ്ങളുടെ ജോലികൾ തന്നെയായാലും കൃത്യമായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന സംഗതിയാണ്. അതായത് ഇപ്പോൾ ബാങ്ക് എംപ്ലോയീസ്, ലോറി ഡ്രൈവേഴ്സ്, ഡോക്ടേഴ്സ്, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരില്ലേ, അതുപോലെ IT പ്രൊഫഷണൽസ്, ഇവരൊക്കെ ഇത് വളരെയധികം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ഒരു രോഗാവസ്ഥയാണ് നടുവേദന. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കണം. നമുക്ക് ചില ആയുർവേദ കാഴ്ചപ്പാട്, നിങ്ങൾക്ക് ഹോം റെമഡീസ് വീടുകളിൽ നിങ്ങൾക്ക് ഇതിനെ തടയുന്നതിനായിട്ട് ചെയ്യാവുന്ന ചില സംഗതികൾ, അതുപോലെ ആയുർവേദ ചികിത്സാ രീതികൾ, എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഇതിന്റെ ആയുർവേദ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കി വിവരിക്കാനായിട്ട് പോകുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് പേര് ഇത്തരം ദുരിതം അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്നവര് കൂടുതലായിട്ടും ഇത്തരം രോഗാവസ്ഥയായിട്ട് വരുന്നവർ അനുഭവിക്കുന്ന അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം ആദ്യം തന്നെ. അതായത് പൊതുവെ ഇതൊരു നീർക്കെട്ടാണ്. അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാകുകയാണ്. ഓക്കെ, നീർക്കെട്ട് ഉണ്ടാവാനായിട്ട് പല പല കാരണങ്ങൾ മതി. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതൊരു രോഗാവസ്ഥയായാലും അവിടെ സ്രോതോരോധം അല്ലെങ്കിൽ ശോഭം എന്ന് പറയുന്നതാണ് ഈ നീർക്കെട്ട്, സ്രോതോരോധം എന്ന് പറയുന്നതാണ് ബ്ലോക്കേജുകൾ. ഓക്കെ, ഈ രണ്ട് കാരണം കൊണ്ടാണ് എല്ലാ രോഗാവസ്ഥകളും ഉണ്ടാവുന്നതെന്ന് ചുരുക്കി പറഞ്ഞിരിക്കുന്നു ആയുർവേദ ഗ്രന്ഥങ്ങൾ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് ഉണ്ടാവാനായിട്ട് ചെറിയ ചെറിയ കാരണങ്ങൾ മതി. അതായത് ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാം. ഇനി അതല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസ്, PCOD അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ബാക്ക് പെയിൻ ഉണ്ടാകാം. ഇനി അതല്ലെങ്കിൽ പൈൽസ് ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, തുടർച്ചയായിട്ട് മലബന്ധം ഉണ്ടാവുന്നു, തുടർച്ചയായിട്ട് പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ, മൂത്രാശയ കല്ല്, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ബാക്ക് പെയിൻ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അവിടെ ആ നീർക്കെട്ട് ഉണ്ടാവുകയാണ്. എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, അതായത് ഈ കിഡ്നി സ്റ്റോണിൽ ഉണ്ടാവുന്ന ആ കാൽക്കുലസ് ഫോം ചെയ്യുമ്പോൾ പൈൽസ് കൊണ്ടുണ്ടാവുന്ന ഒരു ബ്ലോക്കേജ്, ഇനി അതല്ലെങ്കിൽ ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത്, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റോ ഗ്രോത്തോ അവിടെ യൂട്രസിലൊക്കെ സംഭവിക്കുന്നു, ഇതെല്ലാം ആ ഭാഗത്ത് ഒരു നീർക്കെട്ട് ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട്. ഇത്തരം കാരണം കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. ക്ലിനിക്കിൽ കൂടുതലായിട്ടും വരുന്ന രോഗികൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്നും കേട്ടോ. ഓക്കെ, അപ്പൊ അതായത് ഇത്തരം കാരണം കൊണ്ട് നീർക്കെട്ട് കൊണ്ടുവരാം. അടുത്തതായിട്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ വീഴ്ചകൾ, നല്ല പ്രായത്തിൽ വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, വല്ല മരത്തിന്റെ കൊമ്പൊന്ന് വീഴുക അല്ലെങ്കിൽ സ്റ്റെപ്പ് വീഴുക, ഞാൻ പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ സ്റ്റെപ്പിലൊക്കെ വീഴുക ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് വീഴുക, ഇതൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരു എക്സ്റേ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു MRI എടുത്തിട്ടുണ്ടാവും, എല്ലാം നോർമൽ ആയിരിക്കും, അത് നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കാലാന്തരത്തിൽ നിങ്ങൾക്ക് 40-ഉം 50-ഉം ഒക്കെ വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിൽ വാദം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ കുറയുമ്പോൾ അവിടെ ബ്ലോക്കേജുകൾ ഉണ്ടാവുന്നു, നീർക്കെട്ടുകൾ ഉണ്ടാവുന്നു. ഈ രീതിയിൽ ഈ രോഗാവസ്ഥ ഉണ്ടാവും. അപ്പോൾ അഭിഘാതജം എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതായത് വീഴ്ച കൊണ്ട് ഓക്കെ നമുക്ക് ബൈക്ക് ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇതൊക്കെ പിന്നീട് കാലാന്തരത്തിൽ ഈ നടുവേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സംഗതി. ഇനി അടുത്തതായിട്ട് നമുക്ക് അമിത ശരീരഭാരം, അമിതമായിട്ടുള്ള ഓവർ വെയിറ്റ്, ഇതാണ് ഇന്ന് വരുന്നവരിൽ കൂടുതൽ പേരിൽ ഉണ്ടാകുന്ന സംഗതി. അമിത ശരീരഭാരം വരുമ്പോൾ അവിടെ നിങ്ങൾ MRI റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും L4, L5 ഡിസ്ക് ബൾജ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ നട്ടലില് 33 കശേരുക്കളാണ്, എല്ലുകളാണുള്ളത്. ഓക്കെ, അപ്പൊ അതിന് നടുവിലൂടെ ഈ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അമിത ശരീരഭാരം വരുമ്പോൾ നമ്മുടെ ആ ശരീരത്തിന്റെ ബോഡി വെയിറ്റ് മൊത്തം താങ്ങുന്നത് ഈ ലോവർ ബാക്കിലുള്ള ലംബാർ ബോൺസും അതുപോലെ സാക്കർ ബോൺസിലേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള നെർവ്സിനും ബ്ലഡ് വെസൽസിനും അതുപോലെ ഡിസ്കിനും എല്ലാം കംപ്രഷനും ബൾജും അവിടെ ആ നീർക്കെട്ട്, ഇത്തരം പ്രശ്നങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ MRI റിപ്പോർട്ടിൽ അല്ലെങ്കിൽ എക്സ്റേയിലൊക്കെ ഡിജനറേറ്റീവ് ചേഞ്ചസ്, എല്ല് തേയ്മാനം, അത് കാണിക്കാറുണ്ട്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇത്തരക്കാർക്ക് വൈറ്റമിൻ D കുറവായിരിക്കാം, കാൽസ്യം കുറവായിരിക്കാം, ഓസ്റ്റിയോപോറോസിസ്, ബോൺ ഡെൻസിറ്റി കുറയുക, ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ മൂലകാരണം ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് വാതരോഗമാണ്. ശരീരത്തിൽ വാദം വർദ്ധിക്കുന്നു, അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് ഒക്കെ കുറയുന്നു. അവിടുത്തെ ആ മസിൽസിനെ ഒക്കെ കൃത്യമായിട്ട് ഇന്റാക്ട് ആയിട്ട് പിടിച്ചു നിർത്തുന്നതിന്, ബോൺസിനെ ഒക്കെ പിടിച്ചു നിർത്തുന്നതിന് ആ മസിൽസിന് കഴിവില്ലാതെ വരുന്നു. അത് നമുക്ക് ഈ സ്ലിപ്പിങ്ങും ബൾജും ഇത്തരം പ്രശ്നങ്ങളായിട്ട് വരുന്നു. അമിത ശരീരഭാരം ഇതിനൊരു കാരണമാണ്. അടുത്തതായിട്ട് വ്യായാമക്കുറവ്, തീരെ വ്യായാമമില്ലായ്മ, പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് വിശ്രമിക്കുന്നു, കിടക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, കിടക്കുന്നു, വിശ്രമിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, ഡിന്നർ കഴിച്ചതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് നേരം വെളുത്ത് ഉച്ചയാകുന്നവരെ, വെയിലുദിക്കുന്നവരെ കിടന്നുറങ്ങുന്നു. അപ്പൊ ഇങ്ങനെ കിടപ്പ് തന്നെ. ഓക്കെ, ഈ വ്യായാമക്കുറവും അമിത ശരീരഭാരം ഉണ്ടാവുന്നതിനും ആ ഭാഗത്ത് നീർക്കെട്ടുണ്ടാവുന്നതിനും അവിടെയുള്ള സർക്കുലേഷൻ ഇല്ലാതാകുന്നതിനും അതുവഴി ഈ കലശലായ കടുത്ത ബാക്ക് പെയിൻ ഉണ്ടാകാനും കാരണമാകുന്നുണ്ട്. ചില വീട്ടമ്മമാര് പലരും ഒക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് 2-3 സർവൻസ് ഉണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനില്ല ഡോക്ടറെ, അപ്പൊ ഞാൻ കിടന്നുകൊണ്ട് TV കാണും, കിടന്നുകൊണ്ട് മൊബൈൽ നോക്കും, ഇതാണ് എന്റെ പരിപാടി എന്ന് പറയുന്നത്
വീട്ടമ്മമാരുണ്ട്, ഇത്തരക്കാർക്കും ഈ നടുവേദന വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്ക് എംപ്ലോയീസ്, IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ലോങ് റൂട്ട് ലോറി ഡ്രൈവേഴ്സ്, ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഇരിപ്പും ഇവർക്ക് ആ ഭാഗത്ത് നീർക്കിട്ടുണ്ടാവുന്നതിനും ബ്ലോക്കേജ് ഉണ്ടാവുന്നതും നമ്മുടെ ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഒരു എനർജി ഫ്ലോ, നമ്മുടെ ശിരസിൽ നിന്ന് താഴോട്ടുള്ള എനർജി ഫ്ലോ ബ്ലോക്കേജ് വരികയാണ് എന്ന് പറയാം. അതുവഴി നീർക്കിട്ടുണ്ടാവുന്നു. അപ്പൊ ഈ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈവീശി നടന്നു കഴിയുമ്പോൾ ഇത് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ശരീരത്തിൽ. അതായത് നമ്മുടെ ശരീരത്തിന്റെ ആ ചയാപചയ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയയും രക്തചംക്രമണവും നെർവ് സപ്ലൈയും ഇത്തരം സംഗതികളൊക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ കൈവീശി നടന്നുകൊണ്ടിരിക്കണം. നടത്തം മാത്രമായാലും മതി. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെനസ് എക്സസൈസസ് ഒന്നും നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഈ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർ, ഇതുപോലെ ഡിസ്ക് ബൾജും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മുന്നോട്ട് കുനിഞ്ഞ് ഭാരം എടുക്കുന്നത്, അത്തരം അമിതമായിട്ടുള്ള സ്ട്രെനസ് എക്സസൈസുകളൊക്കെ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നിങ്ങൾക്ക് യോഗയോ മെഡിറ്റേഷനോ അതുപോലെ സൂര്യ നമസ്കാരമോ നടത്തോ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഷട്ടിൽ, അതുപോലെ വോളിബോൾ, അത്തരം സ്ട്രെനസ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ഇത്തരക്കാര് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മുൻപോട്ട് കുനിഞ്ഞ് ഭാരം എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ബക്കറ്റിലൊക്കെ വെള്ളം എടുക്കുക, വെയിറ്റ് ലിഫ്റ്റിങ്ങിനൊക്കെ പോവുക, ഇങ്ങനെയൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്നും ഇത്തരക്കാര് ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ രോഗാവസ്ഥകളുള്ളവര് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം രോഗാവസ്ഥ കൊണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു ബാക്ക് പെയിൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതായത് ഇറഗുലർ മെൻസൽ സൈക്കിൾസ്, അതുവഴി PCOD അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ്, ഇനി അതല്ലെങ്കിൽ നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാം, പൈൽസ് കൊണ്ടുണ്ടാകാം. ഇതൊക്കെ ബാക്ക് പെയിന് കാരണമാകുന്നുണ്ട്. അതായത് നമുക്ക് നിത്യേന നമ്മുടെ ശരീരത്തിനുള്ള സുഖശോധന ലഭിച്ചാൽ ആ ഭാഗത്തുണ്ടാകുന്ന നീർക്കിട്ടില്ലാതാകുന്നു. ഈ പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമൊക്കെ അനുഭവിക്കുന്നവർക്ക് ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അമിത ശരീരഭാരം പറഞ്ഞല്ലോ, ഈ ശരീരഭാരം 90, 95, 100 ചില്ലാനും കിലോ ഒക്കെ നിങ്ങളുടെ ഈ ലോവർ ബാക്ക് സാക്രൽ ബോൺ താങ്ങണം. ഓക്കെ, അപ്പൊ അത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഈ ലംബാർ ബോൺസും സാക്രൽ ബോൺസിലേക്കും കൂടുതൽ വെയിറ്റ് വരുമ്പോൾ അതുവഴിയുള്ള ഡിസ്ക് ഒക്കെ ബൾജ് വരുന്നു. അത് നിങ്ങൾക്ക് കലശലായ വേദന ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. ആ ഭാഗത്തുള്ള നെർവിലേക്ക് കംപ്രഷൻ ഉണ്ടാവുന്നു, സ്പൈനൽ കോഡിലേക്ക് കംപ്രഷൻ വരുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ ഈ MRI എക്സ്റേ ഒക്കെ കൊണ്ടുവരുന്നത്. അതിൽ കാണിക്കുന്ന ചില സംഗതികൾ പറഞ്ഞു വരും. അപ്പൊ ഇത്തരം സംഗതികളൊക്കെയാണ് ഈ ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അപ്പൊ ഇതിന് നമുക്ക് ലഘുവായ വ്യായാമം നിത്യേന ശീലിക്കണം. എപ്പോഴും കിടന്നുകൊണ്ടിരിക്കലും എപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കലും ഒഴിവാക്കുക. നിങ്ങൾക്ക് സാധിക്കാവുന്ന രീതിയിൽ ജോലി സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നിരിക്കാലോ. അത്രയും കാര്യങ്ങളെങ്കിലും ഓരോ 30 മിനിറ്റിലോ 35 മിനിറ്റിലെങ്കിലും ഒന്ന് എഴുന്നേറ്റിരിക്കാനെങ്കിലും ശ്രദ്ധിക്കും. തുടർച്ചയായിട്ട് ഈ IT പ്രൊഫഷണൽസും കാഷിയേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആരും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് നോക്കണ്ട. വണ്ടിയൊക്കെ ഒതുക്കുക, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാനർത്ഥം. ഓക്കെ, അത്തരം സംഗതികൾ. അതുപോലെ നടത്തം നിർബന്ധമാണ്. ഈ ബാക്ക് പെയിൻ കാണിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നടന്നിരിക്കണം. 3-4 കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നത് നല്ലതാണ്. രാവിലെയും വൈകിട്ടുമായിട്ട് നടന്നു. തുടർച്ചയായിട്ട് ഒറ്റയടിക്ക് വൺ സ്ട്രെച്ച് നടക്കണമെന്നില്ല. രാവിലെ ഒരു 1/2 അവർ, വൈകിട്ട് ഒരു 1/2 അവർ നടക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. യോഗയും പ്രാണായാമം, മെഡിറ്റേഷൻ, സൂര്യ നമസ്കാരം, ഇത്തരം സംഗതികളൊക്കെ തീർച്ചയായിട്ടും ഇത്തരം രോഗാവസ്ഥകൾ പ്രയോജനപ്രദമാണ്. യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു യോഗാചാര്യൻ, ഒരു യോഗ മാസ്റ്ററെ സമീപിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ രോഗാവസ്ഥകൾക്ക് ഒഴിവാക്കേണ്ടതായ ആസനമുറകൾ ഒഴിവാക്കിക്കൊണ്ട് വേണം അത് ചിട്ടപ്പെടുത്താനായിട്ട്. അതിനാണ് ഒരു യോഗ മാസ്റ്ററെ കൺസൾട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പൊതുവെ കാണുന്ന കാരണങ്ങൾ. നമുക്ക് ആയുർവേദത്തിൽ കടിഗ്രഹം എന്ന് വിളിക്കുന്നു, ലംബാകം എന്നാണ് മോഡേൺ ടേം, നടുവേദന എന്ന് മലയാളത്തിൽ വിളിക്കുന്നു. ഓക്കെ, ഈ അമിത ശരീരഭാരം ഒരു കാരണമാണ്, വ്യായാമം കുറവ് ഒരു കാരണമാണ്, അതുപോലെ ഈ തുടർച്ചയായിട്ട് ഇരുന്നുകൊണ്ടുള്ള ജോലി ഒരു കാരണമാണ്. ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരം അവസ്ഥയിൽ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടതായ സംഗതികൾ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 1-2 കിലോ എങ്കിലും വെയിറ്റ് കുറയ്ക്കുമെങ്കിൽ ഈ നടുവേദന അനുഭവിക്കുന്നവർക്ക് ഒരു സമാധാനം, ഒരു ആശ്വാസം ലഭിക്കുന്നതിന് ഇടയാക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ശരീരഭാരത്തം കുറയ്ക്കുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഒക്കെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, ലാസ്റ്റ് ഇവിടെ സ്ക്രീനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ശരീരഭാരം കുറയ്ക്കണം. അതിനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെ ഭാരം കുറയ്ക്കുക എന്നുള്ളത് ചുരുക്കി പറഞ്ഞുതരാം. അതായത് പകൽ ഉറങ്ങാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. ഓരോ തവണയും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതുപോലെ നോൺ വെജും കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും മധുര പലഹാരങ്ങളും പകലുറക്കവും എണ്ണ പലഹാരങ്ങളും ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ തന്നെ വെയിറ്റ് കുറയുന്നതിനെ സഹായിക്കും. എന്നിട്ട് ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ബോയിൽഡ് വെജിറ്റബിൾസ്, വെജിറ്റബിൾ സൂപ്പ് ഒക്കെ കഴിക്കുക. ധാരാളം നാരുകൾ അടങ്ങിയ, കലോറി വാല്യൂ കുറഞ്ഞ, ഫാറ്റ് തീരെ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ ഓട്സ് കഴിക്കുക, ഡിന്നറിന് ഫ്രൂട്ട്സ് കഴിക്കാം, ലഞ്ചിന് 1-2 ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ അല്പം പച്ചക്കറി വേവിച്ചത് മാത്രമോ കഴിക്കാം. വിശപ്പടക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇടയ്ക്ക് അല്പം ബദാമോ ഒക്കെ കഴിക്കാം. ഇത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അതിനായിട്ട് ബദാം, വാൾനട്ട്, ഡേറ്റ്സ്, കാഷ്യൂ, ഇതൊക്കെ 3-4 മതി. ഒരുപാട് അളവൊന്നും വേണമെന്നില്ല. ഓക്കെ, ആ വിശപ്പിനൊന്ന് അടക്കാനായിട്ട്. ഓക്കെ, ഈ വിശപ്പടക്കാനായിട്ട് ചിക്കൻ ബർഗറും പിസയും ഒന്നും കഴിക്കാനായിട്ട് പോരുത്. അത് നിങ്ങളുടെ വെയിറ്റ് പിന്നെയും കൂട്ടും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ ഈ എക്സസൈസ് നടത്തുമൊക്കെ പറഞ്ഞല്ലോ, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി വിശപ്പ് കൂടും. അതിനനുസരിച്ച് വെയിറ്റ് കൂട്ടുന്ന, ശരീരഭാരം കൂട്ടുന്ന തരം ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഓക്കെ, നാരുകൾ അടങ്ങിയത്, അതുപോലെ ഫ്രൂട്ട്സ്, അത്തരം സംഗതികളൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. നിത്യശോധന വരുത്തേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ കിഡ്നി സ്റ്റോൺ പോലുള്ള മൂത്രനാളി സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസ്, ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, എന്തെങ്കിലും സിസ്റ്റോ, ഗ്രോത്തോ, ഫൈബ്രോയിഡോ, PCOD ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിനെല്ലാം നമുക്ക് ആയുർവേദത്തിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സേഫ് ആയിട്ടുള്ള കഷായ യോഗങ്ങളും ഔഷധങ്ങളും നിശ്ചയിച്ച് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള
ഭക്ഷണരീതി ചിട്ടപ്പെടുത്തുക, ഒപ്പം തന്നെ അല്പം വ്യായാമം, ഇത്തരം ഔഷധ സേവകൾ ഇനിയുണ്ട് കേട്ടോ. ചികിത്സാ രീതികൾ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. ഓക്കെ, ഇത്തരം സംഗതികളിലൂടെ ഒക്കെ ഇത് ആരംഭഘട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും കുറച്ചു കൊണ്ടിരുന്നത് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഇപ്പൊ പ്രധാനമായിട്ടും ഒരു കൺസൾട്ടേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളിൽ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന്, നീർക്കെട്ട് കുറയ്ക്കുന്നതിന്, പ്രധാനമായിട്ടും ആ ഭാഗത്തുണ്ടാവുന്ന നീർക്കെട്ട് കുറയ്ക്കണം, വാദത്തെ നിയന്ത്രിച്ചു നിർത്തണം, ആ എനർജി ഫ്ലോ കറക്റ്റ് ആയിട്ട് നടക്കണം, മലമൂത്ര വിയർപ്പ്, പീരീഡ്സ്, ആർത്തവരക്തം, ഇത്തരം സംഗതികളൊക്കെ കൃത്യമായിട്ട് പ്രവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഗ്യാസ് ട്രബിളും ബ്ലൂട്ടിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ഇതിനായിട്ടുള്ള ഔഷധങ്ങളാണ് പൊതുവെ നിശ്ചയിക്കുക ആദ്യഘട്ടത്തിൽ. പിന്നീടാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കുന്നു. അതിനെ തുടർന്ന് ആ ലോവർ ബാക്കിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, ആ ബോൺസിനും കാർട്ടിലേജസിനും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടതായ നാഡീഞരമ്പുകൾക്ക് ബലം കിട്ടുന്നതായിട്ടുള്ള ഔഷധങ്ങൾ. അതായത് നമ്മൾ ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാന തത്വം തന്നെ ഇതാണല്ലോ. അതായത് കാരണങ്ങൾ ഇല്ലാതാക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ പോലെ അമിത ശരീരഭാരം ഉണ്ടെങ്കിൽ അതിന് വെയിറ്റ് കുറയ്ക്കുന്നു. അതുപോലെ തുടർച്ചയായിട്ട് ഇരുന്നുകൊണ്ട് വ്യായാമം ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്തരം സംഗതികൾ. പിന്നെ ഇപ്പം ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ സേവിക്കുന്നു. ഇതാണ് നമ്മൾ കാരണത്തെ ഇല്ലാതാക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തായിട്ട് ഭക്ഷണ രീതികൾ, ഈ പറഞ്ഞ വെയിറ്റ് കുറയ്ക്കുന്ന, കൊഴുപ്പില്ലാത്ത ഭക്ഷണ രീതികൾ ശീലിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വെയിറ്റ് കുറയുന്നു. മസിൽ ടിഷ്യൂസിനും ആ നാഡീഞരമ്പുകൾക്ക് ബലം കിട്ടുന്നതിന് വേണ്ട ചികിത്സാ രീതികളും നൽകി വരുന്നു. അതായത് നീർക്കെട്ടില്ലാതാക്കുക, റിജുവിനേറ്റ് ചെയ്യുക ശരീരത്തെ, ക്ലൻസിങ് ആൻഡ് റിജുവിനേഷൻ. ഇത് തന്നെ ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാന തത്വം. അപ്പൊ അത് എന്തെന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നും നിങ്ങളുടെ ദേഹപ്രകൃതിയും തിരിച്ചറിയണം. എന്നിട്ട് അതിനുവേണ്ട ഭക്ഷണ രീതികളും ജീവിത രീതികളും ചിട്ടപ്പെടുത്തുന്ന ഔഷധങ്ങൾ നിശ്ചയിക്കുന്നു. ഇത് തന്നെയാണ് പ്രധാന ചികിത്സയുടെ അടിസ്ഥാന തത്വം. ഇനി ഇതിന്റെ കൂടെ നമുക്ക് അവിടെ ഒരു പരിധി കൂടുതലുണ്ടെങ്കിൽ അവിടെ കിഴികൾ, ഇലക്കിഴി, ചൂർണക്കിഴി, മണൽക്കിഴി, അതുപോലെ വസ്തു ചികിത്സ, അതുപോലെ വിരേചനം, ഇതുപോലെ ലാക്സേറ്റീവ് ആയിട്ടുള്ള ഔഷധങ്ങൾ, അതായത് ആ നീർക്കെട്ട് പോകാനായിട്ട് സഹായകരമായ ഔഷധങ്ങൾ നിശ്ചയിക്കേണ്ടി വരും. പിന്നെ പഞ്ചകർമ്മ ചികിത്സകളുണ്ട്, അഭ്യംഗമുണ്ട്, പൃഷ്ഠവസ്തി എന്ന് പറയുന്ന ചികിത്സ. അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ നിശ്ചയിച്ച് അവിടെ കെട്ടി നിർത്തണം. തൈലങ്ങൾ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ വാദത്തിന് ശമനം ലഭിക്കുന്നു, സ്നിഗ്ധത ഉണ്ടാകുന്നു, രൂക്ഷത കുറയുന്നു. അതുവഴി അവിടെയുള്ള കാർട്ടിലേജസിനും മസിൽസിനും ടെൻഡൻസിനും നെർവ്സിനും ഒക്കെ സ്ട്രെങ്ത് കിട്ടുന്നു. അതുവഴി നിങ്ങളുടെ ഈ നീർക്കെട്ട് ഇല്ലാതാക്കുന്നതിനും റിജുവിനേറ്റ് ചെയ്യുക, അതുവഴി ഈ ബാക്ക് പെയിൻ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ അടുത്തായിട്ട് പിജു എന്ന് പറയുന്ന ചികിത്സയുണ്ട്. അതായത് തൈലം, അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ അവിടെ മുക്കിയിടണം, ചൂടാക്കിയിട്ട് അവിടെ ഇടണം, പഞ്ഞിയിൽ പതിച്ചിടുന്നു. ഈ ചികിത്സാ രീതിക്ക് പിജു എന്ന് വിളിക്കുന്നു. അതുപോലെ തൈലധാര, പിഴിച്ചില്, വസ്തി, ഇത്തരം കർമ്മങ്ങളൊക്കെ, സ്നേഹവസ്തി, മാത്രാവസ്തി, ഇതൊക്കെ ആവശ്യമെങ്കിൽ ഓരോ ഘട്ടത്തിൽ നിർദ്ദേശിക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണം, കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ട് ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടതായ ചിട്ടകൾ, അതുപോലെ ഔഷധ സേവ, തൈലപ്രയോഗങ്ങൾ, ആവശ്യമെങ്കിൽ എന്തെങ്കിലും പ്രാദേശിക കിഴികൾ, അതായത് കോലകുലുത്താതി കിഴിയോ കൊട്ടൻ ചുക്കാതി കിഴിയോ ബാലുകാസ്വേദോ, ഇത്തരം കിഴികൾ, അതുപോലെ അവിടെ പ്രാദേശിക പിജു, ലോക്കലായിട്ടുള്ള തൈലം കൊണ്ടുള്ള പിജു ചികിത്സ, ഇതെല്ലാം ഇതിന് പ്രയോജനപ്പെടാറുണ്ട്. ഓക്കെ, ഇത് ആരംഭഘട്ടത്തിൽ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ലോവർ ബാക്ക് എന്ന് പറയുന്ന ലംബാർ ബോൺസിനും സാക്രൽ ബോൺസിനും ഒക്കെ എളുപ്പമൊന്നും രോഗാവസ്ഥകൾ ബാധിക്കില്ല. ബാധിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിട്ടുമാറാനായിട്ടുള്ള സാധ്യത കുറവാണ്. ചെറുപ്പക്കാരിലൊക്കെ 30 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ പിന്നെയും എളുപ്പമാണ്. പക്ഷേ അതിന് മുകളിലോട്ട്, പ്രത്യേകിച്ച് 40ഉം 50ഉം വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഈവൻ സർജറി സജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോടെ, കൃത്യമായിട്ട്, റെഗുലർ ആയിട്ട് ഈ പറഞ്ഞ എല്ലാ സംഗതികളും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ചികിത്സാ രീതി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരാളുടെ മാറി എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും മാറണമെന്നില്ല. കാരണം ഇത് നിങ്ങളുടെ ചിട്ട പോലെ നിങ്ങളുടെ കൈകളിലാണ്. കാരണം ഈ പറഞ്ഞ സംഗതികൾ വളരെ കഷ്ടപ്പാട്. അതായത് കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായ ഭക്ഷണ നിയന്ത്രണം, കൃത്യമായ ഔഷധ സേവ, കൃത്യമായിട്ടുള്ള ചിട്ടകൾ, ഇത് കൃത്യമായിട്ട് പാലിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം രോഗാവസ്ഥകൾ മാറ്റം വരാറുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്ന യാതൊരു ഉറപ്പും കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട്, വ്യത്യസ്ത സ്വഭാവ രീതി കൊണ്ട്, ജീവിത രീതി കൊണ്ടൊക്കെയാണ് ഈ രോഗാവസ്ഥ വന്നുപെടുന്നത്. വാദസംബന്ധമായ രോഗമായിട്ടാണ് ആയുർവേദത്തിൽ ഇതിനെ കാണുന്നത്. കാരണം അവിടെ ഈ ഡിസ്ക് ബൾജും പ്രൊട്രൂഷനും ഒക്കെ ഉണ്ടാകാം, എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാവാം, വൈറ്റമിൻ ഡി കുറവായിരിക്കാം, കാൽസ്യം കുറവായിരിക്കാം, അമിത ശരീരഭാരം ഉണ്ടായിരിക്കാം. അപ്പൊ ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഈവൻ നിങ്ങൾ ജീവിക്കുന്ന കാലാവസ്ഥ പോലും, നിങ്ങളുടെ ഭക്ഷണ രീതി പോലും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ചുകൊണ്ടുള്ള ഒരു ചിട്ടയായ ഭക്ഷണ രീതി കൊണ്ടും ജീവിത രീതി കൊണ്ടും ഔഷധ സേവ കൊണ്ടും ഈ രോഗാവസ്ഥ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.